ഒന്നും പറയാനില്ല. വി ഹാവ് ടോക്ക് ടു അനദർ ലെവലിനെ പറയാൻ പറ്റുള്ളൂ. ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഓസ്കാർ മസ്റ്റാണ്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ഓരോ സീനും നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം എൻ്റെ പൊന്നോ, 16 വർഷത്തെ ഡെഡിക്കേഷൻ. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫർമേഷൻ ബോഡി ഒക്കെ അപാര മേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. വേറെ ഇനി ഇതിന് നമ്മളതിന് റിവ്യൂ ഒന്നും പറയാനൊരു ഓപ്ഷൻ ഇല്ല. അമേസിങ്. കണ്ടിട്ട് കരച്ചിൽ വന്നു. വളരെ നല്ലൊരു പടമാണ്. എന്നതിൻ്റെ മൊയ്തീനിന് ശേഷം പൃഥ്വിരാജിൻ്റെ വളരെ ഒരു മികച്ചൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര കരഞ്ഞേരിഞ്ഞ് മടുത്തു. ഈ വർഷത്തെ അവാർഡ് എന്തായാലും പൃഥ്വിരാജിനാണ്. ഈ സിനിമയ്ക്കുണ്ടോ നല്ലൊരു സിനിമ. ചിത്രം സൂപ്പർ, നല്ല ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജിൻ്റെ. അടിപൊളി, കാണാൻ നല്ല സൂപ്പറാണ്. ജീവിതമായിട്ട് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. ഒരു സിനിമ കാണാൻ ഫീലിംഗ് അല്ല, ഒരു ജീവിതം അതുപോലെ പറഞ്ഞു വെച്ചേക്കുക. നല്ല ഫീലായി, ശരിക്കും സങ്കടം വന്നു. നല്ല പടമാണ്. ഇങ്ങനെ ഒരു സിനിമയിൽ എത്തണമെന്നും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്നും, അപ്പോൾ അത് എന്തൊക്കെയോ ബ്ലെസ്സിങ്ങുകൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാൻ എൻ്റെ മാക്സിമം ആ സമയത്ത് 22-ാം വയസ്സ് വരെ ചെയ്തതിൽ എൻ്റെ മാക്സിമം ഞാനത് അതിൽ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്താവും എന്നുള്ളത്. My experience working on Goat Life, it was good. It was long. It was at times very difficult, but at the same time very enjoyable. Playing a character that is quite powerful, Ibrahim Kadri, and the whole story is based on a true story, and I think it's a life that's very that's commendable. It's a human story. It's a human movie. It's a real survival kind of movie, and as an actor who's based in Hollywood, it's very. I'm very grateful to be introduced to the Indian audience via such a movie. Because I think it's a masterpiece. I believe that the movie will go very far, not just the borders of Kerala or the borders of India, but probably a lot larger. I think the entire world will be able to relate to this story. And listen, I just saw the movie. I don't speak the language, and I understood everything perfectly. So it was, so that's what I'm saying. It doesn't matter where you're from. The emotions will come out because it's that well done. And big up to our director, Blessy, who's obviously has spent 16 years trying to come up with this movie. And finally, the movie is out there for everybody to watch. So I'll let you guys be the judge. I hope you enjoyed it, but as far as my experience, it was fantastic. 6 വർഷമായിട്ട് ഈ പടം മാത്രം വേറെ ഒന്നും ഇല്ലാതാണ് ഞങ്ങളുടെ എൻറ്റയർ ക്രൂ ഒരു 6 കൊല്ലം ഈ പടത്തിൻ്റെ പുറകെ നമ്മൾ എല്ലാവരും നടന്നു. സോ അതുപോലെ നമുക്ക് ഒരു ഫിലിം മാത്രമല്ല, ഇത് നമ്മുടെ ഒരു ബേബിയും നമ്മുടെ അത്ര ഒരു ലൈഫായിട്ട് കണക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലായിരുന്നു. ഞങ്ങളിന്ന് പടം കണ്ടേച്ച് ഇറങ്ങി വരാൻ നേരത്ത് പോലും ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ബട്ട് ഇവിടെ വന്ന് എല്ലാവരുടെ റിയാക്ഷനും എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞൊരു 7 വർഷമായിട്ട് ഞാൻ ഈ സിനിമയിൽ സാറിൻ്റെ കൂടെ 6-7 വർഷമായിട്ട് സാറിൻ്റെ കൂടെയുണ്ട്. ഈ സിനിമ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതിലേറെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണിത്. സിനിമയിൽ ആൾക്കാർക്ക് ഓസ്കാർ കിട്ടുന്ന പോലെയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്നാണ് ലെവലിൽ എനിക്ക് കിട്ടിയ ഓസ്കാറാണ് ഈ സിനിമ. നമ്മൾ ഇത്രയും ലെവല് മാറി പിടിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. സോറി, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇമോഷനാക്കി കളയും. സീരിയസ്ലി പറ്റില്ല, കണ്ടിരിക്കാൻ പറ്റില്ല, പറയാൻ വാക്കുകളില്ല. ആൻഡ് പൃഥ്വിരാജ്, ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഒന്നും പറയാനില്ല. വി ഹാവ് ടോക്ക് ടു അനദർ ലെവലിനെ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇമോഷണൽ, അത്രയും ഇമോഷണലാക്കി കളയണ ഒരു ഫിലിമാണ്. അപ്പോഴും നല്ല പടം. പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഓസ്കാർ മസ്റ്റാണ്. അപ്പോഴും നല്ല ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഷർട്ടുകളുടെ രംഗം കണ്ട ഗുണ്ട് പോലെ ഇരുന്ന പൃഥ്വിരാജ് തീർക്കിന് പോലെയാണ് ആ സീന് കാണുമ്പോൾ. കണ്ണ് മയത്തവരാരും കാണില്ല. ഒക്കെ വെറുതെ ഇരുന്ന് കണ്ടു. അടിപൊളി പടമായിരുന്നു. തിയേറ്ററിൽ ഒന്ന് തന്നെ കാണണം, മസ്റ്റ് വാച്ച് ആ തിയേറ്ററിൽ. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ഓരോ സീനും നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ്, അതിശയിപ്പിക്കുകയാണ്.
പറയാൻ വാക്കുകൾ ഇന്ന് കിട്ടുന്നില്ല. സൂപ്പർ. ലതി സാറിനെ എങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. അതുപോലെ ഡയറക്ഷൻ. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആർട്ട് ഫോം ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മളും ഇൻസ്പയർഡ് ആവുകയാണല്ലോ. ഇപ്പോൾ രാജുവേട്ടനായാലും ജിമ്മിച്ചാനായാലും താലിബ് സാറായാലും ഇരിക്കായാലും ഡയറക്ടർ എന്ന രീതിയിൽ. അപ്പോൾ അവരൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക പരാകായ പ്രവേശം നടത്തുമ്പോൾ നമുക്കത് നമുക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു. പടത്തിലെ വിഷ്വൽസ്, അതായത് മരുഭൂമിയിലത്തൊക്കെ കാറ്റും ചുഴലിക്കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിലിരുന്ന അതെ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു വരട്ടെ, BGM അതൊക്കെ കൂടി ചേരുമ്പോണ്ടല്ലോ അതൊരു ഒന്നൊന്നര മുതലായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം എൻ്റെ പൊന്നോ 16 വർഷത്തെ ഡെഡിക്കേഷൻ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ആ പാട്ടൊക്കെ അതിൽ കേൾക്കുമ്പോൾ നമ്മുടെ അറിയാണ്ട് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. പടം ഒരു രക്ഷയില്ല. പടം ഓസ്കാർ ലെവൽ പടമാണ്, വേറെ ഒന്നും പറയാനില്ല. ആ എഫർട്ട് 15-16 വർഷത്തിൻ്റെ എഫർട്ട് ശരിക്കും ഉണ്ട്, പടത്തിന് അറിയാനുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫർമേഷൻ ബോഡി ഒക്കെ അപാര മേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് റിലീസിംഗ് ഡേയിൽ ഒരു സിനിമ കാണുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കായംകുളത്തു നിന്ന് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നു. വളരെ ഇഷ്ടം. ഞാൻ ഈ നോവൽ നേരത്തെ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർത്തതായിരുന്നു. അപ്പോൾ ഇത് സിനിമയാകുമ്പോൾ കാണണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പടം നല്ലൊരു ഫിലിമാണ്, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിൻ്റെ ഒക്കെ ട്രാൻസ്ഫോർമേഷനൊക്കെ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഫിലിമാണ്. കാരണം ബ്ലെസ്സിയുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അപ്പുറം പോകുന്ന നമ്മൾ ഗ്ലോബൽ ലെവലിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ സിനിമ കണ്ടത് നജീബുക്കാട് കൂടെയാണ്. ആ മനുഷ്യൻ അനുഭവിച്ച ജീവിതമാണ് ഈ സിനിമ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ പല സിനിമകളും കുറേ കാലങ്ങൾക്ക് മുമ്പെയുള്ള ആളുകളുടെ ഓട്ടോബയോഗ്രഫി നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ അനുഭവിച്ച കഥ അയാളുടെ കൂടെ ഇരുന്ന് കാണുന്ന അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു എന്നുള്ളത് നമ്മളെല്ലാം ഇതിനകത്തൊരു ബ്ലെസ്സിങ്സ് ആണ്.